Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ ഡിഫൻസ് മെക്കാനിസത്തിന്റെ കുറച്ച് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞായിരുന്നോ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തായിരുന്നോ? മാം പോസ്റ്റ് ചെയ്തില്ല മാം. എന്താണ് ക്ലാസ് റൂമിൽ കൊടുത്തിട്ടില്ലേ? ഇല്ല, ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ അല്ലാതെ എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നിന് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ്? ഞാനാണ് മാം. ജീന വർഗീസ്. തുടങ്ങട്ടെ മാം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മോദം ഞങ്ങൾ കാണുന്നു, എങ്ങും നിൻ കാലവൈഭവം. ഇരുളുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ പിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും മന്നിൽ മധ്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ, നല്ല ബുദ്ധി ഞങ്ങൾക്കരുളണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ടെമ്പിളിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു മാം. അതെ. സൈനിങ് ആരാണ്? ട്രെയിനിങ് ഞാനാണ്. പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് അറിയുന്ന ഒരു ട്രാഫിക് സിഗ്നൽ പറയാം. ഫ്രിഡ്ജിന്റെ അകത്തൊക്കെ ഉറുമ്പ് കയറിയിട്ട് ഫ്രിഡ്ജൊക്കെ അടിച്ചു പോയിരുന്നു. അപ്പൊ അത് ശരിയാക്കാൻ ആള് വന്നിക്കായിരുന്നു. അപ്പൊ അതിന്റെ തിരക്കായിരുന്നു. ഹായ് എവരി വൺ, ഐ ആം സുബ്ന. ട്രാഫിക് സിഗ്നൽ റെയിംസ് കട. Tingle, tingle, traffic light on the corner shining bright. Red means stop, green means go, yellow means very, very slow. Thank you. Any thought of the day? Miss Anjana. Annata ma'am. Aparna. Good morning, respected ma'am and my dear friends. I am Jerusha. I hope you all are doing well. Today, I would like to share a beautiful thought. Believe in yourself and all that you are. I will repeat my thought. Believe in yourself and all that you are. This means we should always have confidence in ourselves. We all have special talents and we should trust ourselves to do our best. Thank you and have a wonderful day. നോക്കട്ടെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പാർട്ട് 3 ഷമിസ് പാർട്ട് 3 എടുക്കുന്നുണ്ടല്ലോ, ഏത് ചാപ്റ്റർ വരെയായി നിങ്ങൾക്ക്? എടുത്തിട്ടില്ല മാം. പാർട്ട് 3 എടുത്തിട്ടില്ല? ഇല്ല ഇല്ല, പാർട്ട് 3 ഒന്നും എടുത്തിട്ടില്ല മാം. മാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ്. എന്താണ്? പാർട്ട് 3 ഒന്നും എടുത്തിട്ടില്ല. ഇപ്പൊ മാം ആണ് മോണ്ടിസറി സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഓക്കെ ഓക്കെ, പാർട്ട് 3 എടുത്തിട്ടില്ല അല്ലെ? എല്ലാവരും ബുക്കിന്റെ പാർട്ട് യൂണിറ്റ് 1 ഇപ്പൊ മാം കാണിച്ച അവിടുന്ന് അങ്ങോട്ട് ബുക്കൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും?
എന്റേത് ക്ലിയർ അല്ല, അടിയിലോട്ടൊന്നും ഇല്ല. അവിടുന്ന് അങ്ങോട്ട് മറിച്ച് നോക്കി എല്ലാവരും പേജും ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. നമ്മൾ യൂണിറ്റിനൊക്കെ മുകളിലല്ലേ വരിക, അതിൻ്റെതൊക്കെ താഴോട്ട് പ്രിന്റ് അടിച്ചുകൊണ്ട് മിസ്റ്റേക്കാ തോന്നുന്നത്. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മിസ്സേ, പറഞ്ഞോളൂ. ഹുസൈയ ചാപ്റ്ററിന്റെ പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ കേട്ടോ, നോക്കട്ടെ. 158. 158 കേട്ടോ. പാർട്ട് 4 ആണ് എടുക്കുന്നത്, സ്കൂൾ മാനേജ്മെന്റ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ നിങ്ങളുടെ കയ്യില്? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഉണ്ട് മാം. ഉണ്ട് മിസ്. നമ്മുടെ എക്സാമിന് പ്രീ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ലാസ്റ്റ് പേപ്പറിൽ വരുന്ന പാർട്ടാണിത് കേട്ടോ. പാർട്ട് 4 എന്ന് പറയുന്നത് ഒരു പേപ്പറാണ്. അപ്പോ അതിനകത്ത് ആദ്യത്തെ യൂണിറ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താ പറയാ, എന്താണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് സ്കൂൾ മാനേജ്മെന്റ്? വാട്ട് ഈസ് സ്കൂൾ മാനേജ്മെന്റ്? എല്ലാം നോക്കി നടത്തുന്നു. എല്ലാം നോക്കി നടത്തുന്നു അല്ലേ? ഇതിലെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ആൾക്കാർ. ഒരു സ്കൂളിന്റെ ഓവറോൾ കാര്യങ്ങൾ, അത് എല്ലാ കാര്യങ്ങളും, ഒരു സ്കൂളിന്റെ എല്ലാത്തരം കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയാം. സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടാവുക? ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, സ്റ്റാഫ്, PTA. ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാത്തരം ആളുകളെയും അവിടെയുള്ള എല്ലാത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് അതൊന്ന് വായിക്കാം. ആദ്യം നിങ്ങൾ എല്ലാവരും ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് പേജ് വേണ്ട, ഫസ്റ്റ് പേജിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരെ റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ. ജീന വർഗീസെ വായിച്ചിട്ട് എന്താ മനസ്സിലായത്? ജീന Yes, ma'am. വായിച്ചിട്ട് എന്ത് മനസ്സിലായി? ഇത് KG ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ്സിൽ തന്നെ എൻഗേജ്ഡ് ആണ്. കുട്ടികളുമായിട്ട് അവര് കൂടുതൽ കൂടുതലും കുട്ടികളുമായിട്ട് അവര് കോമ്പറൻസി ചെയ്യുന്നു. അവിടെ കുട്ടികളുമായി കൂടുതൽ സമയം അവര് ക്ലാസ്സിൽ പങ്കിടുന്നു. പിന്നെ ടീച്ചേഴ്സ് അവരുടെ സബ്ജക്റ്റും ഇതൊക്കെ അനുസരിച്ച് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ജീന? ഇല്ല മിസ്, എന്റെ ആ ടെസ്റ്റ് ഇല്ല, ഞാൻ ഇതിനകത്ത് നോക്കിയാ വായിച്ചത്. അല്ലേ ടെക്സ്റ്റ് ഉള്ളവർ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ആരെങ്കിലും? എന്റെ ടെസ്റ്റ് ഉണ്ട്. ആര്യ വികാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. യെസ് മാം. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ KG സ്റ്റുഡൻസ്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ ടീച്ചേഴ്സ് ഓരോ ജനറലി ആയിട്ട് ടീച്ചേഴ്സ് ഓരോ ലെസൺസ് മൂവ് ചെയ്യും, ഓരോ പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അവരെ തൊട്ട് കാണിച്ച് പഠിപ്പിക്കാൻ തോന്നും. ഓരോ അവേഴ്സും മാറുന്തോറും ഓരോ ടീച്ചേഴ്സും എന്നാണ് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവ് നൽകും. പിന്നെ ഓരോ പീരീഡ് അനുസരിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പാർട്ടായിട്ട് ഓരോ മാനേജ്മെന്റ് അനുസരിച്ചാണ് കുട്ടികളെ റൂൾസ് അനുസരിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുന്നത്. അതേപോലെ ക്ലാസ് റൂം നീറ്റ്നസ് ആണോ, ക്ലാസ് റൂമിനെ കുറിച്ച് എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുക, എന്തെല്ലാം രീതിയിലൂടെയാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക. പിന്നെ അതെ ശരിയല്ലേ മാം? പിന്നെ പെർമിഷൻ ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്. പെർമിഷൻ സ്കൂളുകളുടെ അധികാരത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ബിൽഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഓഫീസ് മെയിൻ്റെനൻസ്, ഓഫീസ് അധികാരികളുടെ കീഴിലായിരിക്കും ഓഫീസുകൾ. അതെ അതെ. ഓഫീസ് മെയിൻ്റെനൻസ് ഓഫീസ് അധികാരികളുടെ കീഴിലായിരിക്കും ഓഫീസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൺവെൻസിങ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതോറും ഓരോ കാര്യങ്ങളെ കുറിച്ച് കൺവെൻസിങ് ഉണ്ടാവും, നല്ല വ്യക്തത ഉണ്ടാവും. ഡിസിപ്ലിൻ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്, അത് കൺവിൻസിംഗ് അല്ല, സോറി. കാര്യങ്ങൾ ചെയ്യുന്നവർ കാൻവാസ് ചെയ്യും കുട്ടികളെ. ഡിസിപ്ലിൻ കുട്ടികളെ അച്ചടക്കത്തോടെ നിലനിർത്താൻ സാധിക്കും. പിന്നെ അതുപോലെ ഫംഗ്ഷൻ നടത്തും, ഓരോ ഫംഗ്ഷൻ നടത്തുമ്പോൾ അതനുസരിച്ച് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യും. കുട്ടികളുമായി തമ്മിൽ ടീച്ചേഴ്സും കുട്ടികളുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഇടപെടലുകൾ ഉണ്ടാവും. ഫിനാൻഷ്യലായിട്ട് ഇടപെടാൻ സാധിക്കും, സഹായം തരാൻ സാധിക്കും. മേഘന ഒന്ന് പറഞ്ഞ. മേഘന സന്തോഷ്. മേഘന. യെസ് മാം. ഇത് ഫുള്ള് പറയണം മാം? ഫുള്ള് പറയണം.
Moreover, the KG teachers are tightly engaged in the classroom itself. KG students പറഞ്ഞാൽ അവർക്ക് ഒരു ബ്ലോക്ക്, തനിയെ ഒരു ബ്ലോക്ക്. ഇപ്പൊ എന്റെ പിള്ളേരുടെ ക്ലാസ് റൂം അവരുടെ സ്കൂൾ സമ്മതിച്ചാണ് അവർക്ക് തന്നെ ഒരു ക്ലാസ്, ഒരു ഇത് തന്നെയാ, എന്താ പറയാ, ഓരോരോ ക്ലാസ് ആയിട്ട് ഹൈസ്കൂൾ സെക്ഷൻ വേറെയാണ്, KG സെക്ഷൻ വേറെയാണ്. അപ്പൊ KG സെക്ഷനിൽ ഉണ്ടാവുന്ന വെച്ചാൽ അവർക്ക് തന്നെ ഒരു ഫ്രീഡം ആണ്. എന്ന് വെച്ചാൽ അവർക്ക് എവിടെയും പോവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരില്ല. ഫുൾ ആ ക്ലാസ് റൂം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കേണ്ടി വരുള്ളൂ. പിന്നെ they have to അറ്റൻഡ് ദ സ്റ്റുഡൻസ് കമ്പറൻസിൽ. അപ്പോൾ എപ്പോഴും ആ സ്റ്റുഡൻ്റ് ആയിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാ കാര്യങ്ങളായിട്ടും എല്ലാ കമ്പാരിസൺസിൽ പോകണം. പിന്നെ ജനറലി ദേ മൂവ്സ് ലെസ് ഫ്രം സ്കൂൾ അവേഴ്സ്. അപ്പൊ ഇടയ്ക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ അവേഴ്സിൽ ടൈമിൽ പീരിയഡ് വൈസ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ആർ ചേഞ്ചിങ് ദംസെൽഫ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓരോ പീരിയഡ്സിലും അങ്ങോട്ടും ഓരോ സബ്ജക്റ്റ് ആയിട്ട് KG സെക്ഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരിതുണ്ട്. പിന്നെ ഹാവ് റിക്രിയേഷൻ പീരീഡ്സ് ഓൾസോ. അവർക്ക് ഓരോ പിന്നെ റിക്രിയേഷൻസ് പീരീഡ്സ് മീൻസ് ലൈക്ക് ആക്ടിവിറ്റീസ് ഉള്ള സമയത്തൊക്കെ അവർക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഇത്. പിന്നെ സോ ദേ ഷുഡ് ഹാവ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെന്റ്. പിന്നെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളായിട്ട് സ്കൂളിൽ നടത്തുന്ന മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അതിന്റെ അടുത്തും അവർ ടേക്ക് പാർട്ട് ചെയ്യണം. പിന്നെ ദേ വർക്ക് ഓഫ് മാനേജ്മെന്റ് സ്കൂൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു. അപ്പോൾ ദ വർക്കിംഗ് ഓഫ് മാനേജ്മെന്റ് കുറേ രീതികളായിട്ട് ക്ലാസ് റൂം ലൈക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് മീൻസ് ക്ലാസ് റൂമിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിലുള്ള വേണ്ടത് കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യണം. പിന്നെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്. പ്രിമൈസസ് മീൻസ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട്സിൽ എങ്ങനെയൊക്കെ വേണം, പിന്നെ അതിന്റെ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഇങ്ങനെയൊക്കെ അതിൽ ചെയ്യണം. പിന്നെ ഓഫീസ് മെയിൻ്റെനൻസ്, ഓഫീസിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തെല്ലാം ചെയ്യണം, അതിന്റെ ഒരു മെയിൻ്റെനൻസ് ആയിട്ട് പോകണം. പിന്നെ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ട മീൻസ് ക്യാൻവാസിംഗ് മീൻസ് ലൈക്ക് എലക്ഷൻസ്, പിന്നെ ഫണ്ട് കളക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മളെ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രൊപ്പഗണ്ട മീൻസ് ഇൻഫ്ലുവൻസിങ് ദ സ്റ്റുഡൻസ് ഒപ്പീനിയൻ ഓരോന്ന് ചെയ്യുന്ന. പിന്നെ മാർക്കറ്റിംഗ് ഓഫ് സ്കൂൾ പ്രോഗ്രാംസ് എന്തെല്ലാം ചെയ്യേണ്ടത്, പിന്നെ പാരൻഷ്യൽ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് മീൻസ് എങ്ങനെയാ ഒരു കുട്ടികളെ നമ്മളെ ഡിസിപ്ലൈൻ ആയിട്ട് പഠിപ്പിക്കേണ്ട, ഏതൊക്കെ വിധത്തിലാണ് കാര്യങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പാർട്ട് ഇൻ ഫംഗ്ഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. എല്ലാം ഇപ്പൊ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ നടക്കുക, ആനുവൽ ഡേ ഒക്കെ നടക്കുവാണെങ്കിൽ അതിൽ പാർട്ട് ഫംഗ്ഷൻസ് എങ്ങനെ നടത്തണം, അതിലൊക്കെ ഒരു മീറ്റിംഗ് ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും അങ്ങനെ സ്കൂൾ ഇതായിട്ട് പൊതുവെ എല്ലാ സ്റ്റാഫായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ആവണം, പിന്നെ ആ സ്കൂൾ മാനേജ്മെന്റ് പൊതുവെ ഉള്ളത് എങ്ങനെയൊക്കെയാ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ആ ഒരു ഇതിൽ. പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് കളക്ട് ചെയ്യുക, ഓരോ ഇതിന് ഡൊണേഷൻസ്, ഇപ്പോൾ ഓരോരോ ഓർഫനേജ് ഒക്കെ കൊടുക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ പുറമേന്ന് ലൈക്ക് എന്താ ഈ സംബന്ധപ്പെട്ട തന്നെ ഓർഫനേജ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പൊ എങ്ങനെയാ നമുക്ക് ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ള അതിന്റെയൊക്കെ ഒരു ഗ്രൂപ്പ് അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ മാം. ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കിയൊന്ന്. In the present condition, the standard teachers are alleged to be graduate, so the management awaits them to do office work also. Okay. അതായത് ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ എല്ലാവരും തന്നെ ഗ്രാജുവേറ്റ്സ് ആണ്, അല്ലെ? വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഗ്രാജുവേറ്റ്സ് അല്ലാതെ ഇരിക്കുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത്? ഒട്ടുമിക്ക എല്ലാ ആളുകളും ഗ്രാജുവേറ്റ്സ് തന്നെ ഇന്നത്തെ കാലത്ത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കാത്ത് സ്കൂളില് പഠിപ്പിക്കുന്നത് മാത്രമല്ല കാത്തിരിക്കുന്നത്, മറിച്ച് അവിടെയുള്ള ഓഫീസ് വർക്ക് കൂടി കൈകാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോ പഠിപ്പിക്കുന്നത് മാത്രമല്ല, മറിച്ച് ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യാനും കൂടി ഇന്നത്തെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Then, moreover, the KG teachers are tightly engaged in the class itself. Okay, അതായത് KG ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആണ്. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ കൂടി ശരിക്കും പറഞ്ഞാൽ ടൈം ഇല്ല. നമ്മള് ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. KG ടീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയാ, പ്രൈമറി ടീച്ചേഴ്സ്, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ,
അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് അല്ലെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരിക ആരായിരിക്കും? ഏത് ടീച്ചേഴ്സ് ആയിരിക്കും? KG ടീച്ചേഴ്സിനായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവർ കൂടുതൽ നേരം? അവരുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആണെന്നാണ് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? കാരണം തീരെ ചെറിയ കുഞ്ഞുങ്ങളാ, അവരെല്ലാം പല രീതിയിലുള്ളവരാ. അപ്പൊ അവരെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു നല്ലൊരു ടൈം എടുക്കും ടീച്ചേഴ്സിന്. ഓക്കെ. ഉയർന്ന ക്ലാസ്സിലെ കുട്ടികളോടാകുമ്പോൾ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ കുറെ സമയം പിടിക്കും. അല്ലെ. ഓക്കെ. പിന്നെ സാധാരണ ടീച്ചേഴ്സ് ഓരോരോ സബ്ജക്ട് വൈസ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വൈസ് മാറുന്നല്ല. അവര് ഒരു ക്ലാസ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് മുതൽ ഈവനിങ് വരെ അവർ തന്നെ ആയിരിക്കും ആ ക്ലാസ് ടേക്ക് കെയർ ചെയ്യുന്നത്. പീരീഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ മുഴുവൻ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെയായിരിക്കും. അതെ. ഫുൾ ടൈം അവർക്ക് അവിടെ തന്നെ എൻഗേജ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. റെസ്റ്റ് എന്ന് പറയുന്ന സംഭവമില്ല. ഇന്റർവെൽ ടൈമിലായാൽ പോലും കുട്ടികളെ മാനേജ് ചെയ്യേണ്ടത് KG ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. അവർക്ക് ടിഫിൻ കൊടുക്കുക, അവര് വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കുക, ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? KG ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. മറിച്ച് ഹൈസ്കൂൾ ടീച്ചേഴ്സിന് ഇത്തരം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹൈസ്കൂൾ ടീച്ചർമാർക്ക് ഇല്ല അല്ലെ. അവരെന്താ ചെയ്യുന്നേ? അവര് കുറച്ചുകൂടി വലിയ അവർക്ക് ജസ്റ്റ് പീരീഡ് വൈസിൽ വരുക, സബ്ജക്ട് എടുക്കുക, പോവുക, അത്രേ ഉള്ളൂ. അതെ. അവർ വരും, അവരുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്ട് എടുക്കും, അത് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് അവരുടെ ജോലി കഴിഞ്ഞാൽ തിരിച്ചു പോകും അല്ലെ. ആരെയും എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈസ്കൂൾ കുട്ടികളെ വെച്ച് വലുതായതുകൊണ്ട് ടീച്ചേഴ്സ് ഓരോന്നും അവർ ശ്രദ്ധിക്കില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് ടീച്ചേഴ്സ് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് മനസ്സിലായല്ലോ, അറിയാലോ നിങ്ങൾക്കത്. കിട്ടുന്നേ. അപ്പൊ അത്രയും റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മള് നമ്മുടെ എന്താ പറയാ ഒരു എൻജോയ് ചെയ്തത് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വളരെ കോംപ്രഹെൻസീവ്ലി, അതായത് വളരെ സങ്കീർണമായിട്ടാണ്, അതായത് കുറച്ച് എന്താ പറയാ കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. ചെറിയ കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് രാവിലെ വന്നു കഴിഞ്ഞാൽ അവര് വൈകുന്നേരം പോകുന്നത് വരെ KG ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്? അതൊന്ന് ആർക്കെങ്കിലും പറയാമോ? ഇവിടെ ആരെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ? മാം, ഞാൻ വെക്കേഷന് പള്ളിയിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിൽ പഠിപ്പിക്കാൻ പോയപ്പോ എനിക്ക് ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ മാം. അപ്പൊ ഈ കളർ അടിക്കാനൊക്കെ കൊടുക്കുമ്പം അവര് ചെയ്യുന്ന കണ്ടാ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. കളർ കുത്തി വരച്ചിട്ട് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, ഭയങ്കര ബുദ്ധിമുട്ട് അവരെ നോക്കാൻ. അന്നേരം എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഈ വർഷമേ ഒരു 10 ദിവസത്തെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെങ്കിലും അങ്ങ് തീർന്നാ മതിയായിരുന്നു. പിന്നെ പാട്ടും ഡാൻസും അതൊക്കെ ഉണ്ട്, പക്ഷെ പിള്ളേർ അടങ്ങിയിരിക്കത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവര് മറ്റുള്ള പിള്ളേരുമായിട്ട് അടി കൂടും. അവരുടെ അടുത്ത് പെൻസിലും അവരും എന്തെങ്കിലും വെറൈറ്റി കളിപ്പാട്ടം ഒക്കെ കൊണ്ടുവരുമ്പോ അവർക്ക് അത് വേണം. അങ്ങനെ അവരുടെ ബുക്കിനകത്ത് എന്ന് വരയ്ക്കും. അങ്ങനെ ഭയങ്കര പാടായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്നുണ്ട് KG സ്റ്റുഡൻസിന്. നല്ല ബുദ്ധിമുട്ടാണ് കുട്ടികളെ നോക്കാൻ. എന്തേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി എല്ലാം നമ്മൾ ഇന്റർവെല്ലിന്റെ ടൈമിൽ എല്ലാം നോക്കണം. കുട്ടികൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഒരു വീണ്ടും വീഴും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. KG സ്റ്റുഡൻസിന് നോക്കണം ഏറ്റവും ബുദ്ധിമുട്ടാണ് നോക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്തതാണ്. രാവിലെ വന്നു കഴിഞ്ഞാല്, അതായത് ആ സ്കൂൾ ടൈം തുടങ്ങുന്ന 9:30-10 മണിയല്ലേ, ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരിക? അതൊന്ന് ഷെയർ ചെയ്യാമോ? ഫുഡ് കഴിച്ചോ എന്ന് ശ്രദ്ധിക്കണം. ടിഫിൻ കൊടുക്കണ്ടേ? എന്താണ്? ഇവര് അനങ്ങാതിരിക്കത്തില്ല, ഓടത്തുള്ളൂ. ഇവര് എങ്ങോട്ടാ പോകണമെന്ന് ഓരോരോ കുട്ടികളെ ശ്രദ്ധിക്കണം. ഓരോർക്കും ഓരോ സ്വഭാവമാണ്. ചില കുട്ടികൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്, ചിലര് ഭയങ്കര വികൃതികളായിരിക്കും. ഞങ്ങൾ ചിലപ്പോൾ കൈ പിടിച്ചോണ്ടിരിക്കുക വികൃതികളായ കുട്ടികളെ, അല്ലെങ്കിൽ മറ്റോണ്ട് ചെന്ന് അടി കൊടുക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ ചില എന്നതൊക്കെ വെച്ചാൽ അടിക്കുന്നു നിർത്തില്ല, കണ്ണിനും മൂക്കിനും ഒക്കെ കൊള്ളും ചിലപ്പോൾ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചെല്ലുമ്പോൾ തൊട്ടേ നമ്മൾ പോരുന്നവരെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ഇവരെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ മാം. അവരെ അസംബ്ലിയിൽ നിർത്താൻ കുറച്ച് പാടല്ലേ? അസംബ്ലിയിൽ
ആണ് ആ അല്ലേ? പാടാണ് പാടാണ് അവർക്ക് വലിയ കുട്ടികൾ നിൽക്കുന്നത് പോലെ ആ നിൽക്കില്ല അല്ലേ? നിക്കില്ല കുട്ടികളുടെ അടുത്ത് അതുപോലെ നമ്മൾ നിന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ലൈനായിട്ട് നിൽക്കത്തുള്ളൂ. ആ അത് കഴിഞ്ഞ് അസംബ്ലി കഴിയുമ്പോൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പാടാണ് അല്ലേ? പാടാണ്. ഇവര് കൂട്ടം തെറ്റിപ്പോവും. അവരെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകണമെങ്കിലും അതും ടഫാണ്. അത് കഴിഞ്ഞ് അവരെ ഇരുത്താൻ പാടാണ്. അതായത് ഞാൻ പോലും ബെഞ്ചില് ഒരു അവരെ കേൾക്കത്തില്ല, ഇരുത്താനായിട്ട് ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കത്തില്ല. വായലച്ച് മടുക്കും. അവർക്ക് മനസ്സിലാവല്ലോ. എന്താണെന്ന് അവർക്ക് ഫസ്റ്റ് ഡേ മനസ്സിലാകത്തില്ല. ആണെങ്കിൽ LKG സ്റ്റുഡൻസ് ഫസ്റ്റ് അവർ ഓറിയന്റേഷൻ ചെയ്യുന്ന ഭയങ്കര ഇതാണ്. ഫസ്റ്റ് അവർ മീറ്റപ്പ് ചെയ്യണം ടീച്ചേഴ്സിനെ, പിന്നെ ക്ലാസ്മേറ്റ് ആയിട്ട്, പിന്നെ ക്ലാസ് റൂം ഇൻട്രഡക്ഷൻ ചെയ്യണം, പിന്നെ അവരെ റൂട്ടീൻ കാര്യങ്ങളൊക്കെ കണ്ട് ഇതാക്കണം. പിന്നെ ഇനീഷ്യൽ ആയിട്ട് അവർക്ക് ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കിൽ എങ്ങനെയാ അവർക്ക് ഭക്ഷണം ഇതൊക്കെ കൊടുക്കേണ്ടത്, പിന്നെ ഇൻട്രൊഡക്ഷൻസ് ഓഫ് ബേസിക് സ്കിൽസ് ഒക്കെ അവർ എങ്ങനെ അത് നോക്കണം. പിന്നെ ലേണിംഗ് ബേസ്ഡ് ലേണിംഗ് ചെയ്യണം. പിന്നെ എന്താ പാരന്റ്സ് ടീച്ചറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻസ് ഇതുണ്ടാവണം. അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മള് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും KG ടീച്ചേഴ്സിന് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ അസംബ്ലി നല്ല ശ്രദ്ധ കൊടുക്കണം. ഓരോ കുട്ടികളെയും ഓരോ രീതിയിൽ ശ്രദ്ധിക്കണം. അതെ. ഓരോ പിന്നെ കുട്ടികളെയും അതുപോലെ എണ്ണം ഓക്കെ വിനി. അതുപോലെ തന്നെ ക്ലാസ്സില് എന്താ പറയാ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്, പിന്നെ ഇരുത്തുന്നത്, അതുപോലെ തന്നെ അവരെ കൊണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ നോട്ട് ബുക്കുകൾ എടുപ്പിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ കുട്ടികളും അനുസരിച്ചെന്ന് വരില്ല. അതിനകത്ത് കുറച്ച് വികൃതിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചില കുട്ടികൾ നല്ല സൈലന്റ് ആയിരിക്കുള്ളൂ, ചില കുട്ടികൾ വികൃതികളായിരിക്കുള്ളൂ. അപ്പൊ അവരെ കൊണ്ട് ഇതൊക്കെ എന്താണ് പറയാ ബാഗിൽ നിന്ന് അതൊക്കെ എടുപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ല, വെറുതെ ഇരിക്കുവോ ഇവര്, മിണ്ടാതിരിക്കുവോ? ഇല്ല മിസ്, ഇല്ല അവർ മിസ്സേ, അവരുടെ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മിണ്ടാതിരിക്കത്തില്ല. അവര് ശ്രദ്ധിക്കത്ത് പോലുമില്ല. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ ക്ലാസ്സിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ ചില കുട്ടികൾ ശ്രദ്ധിക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഈ ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അത് നന്നായിട്ട് ഗ്രഹിക്കാനുള്ള നമ്മൾ അടുത്ത് നിർത്തി പറഞ്ഞു കൊടുത്ത് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അവർക്ക്. നല്ല ക്ഷമ വേണം ഈ പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ. നല്ല പേഷ്യൻസ് വേണം. ക്ഷമയും വേണം, അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു കഴിവും വേണം. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളാൻ തുടങ്ങും. അതെ, അവരെ വഴക്ക് പറഞ്ഞാൽ അവര് ഒട്ടും കേൾക്കത്തില്ല. അത് മിസ്, ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുവാണേ. പറഞ്ഞോളൂ. മിസ്സേ, ഞാനാണെങ്കിൽ സ്കൂളിൽ പാട്ടൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ആളാണേ. അപ്പോൾ എനിക്കിവിടെ കുറേ സ്കൂളിൽ കായംകുളം ബേസ് ചെയ്ത് വരുന്ന മിക്ക സ്കൂളുകളിലും പോകും. പക്ഷെ എനിക്ക് കായംകുളം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ സ്ഥലം. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂളിലും എനിക്ക് അറിയപ്പെടുന്ന സ്കൂളുകളിലെല്ലാം പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ സ്കൂളിൽ ചെല്ലുന്നത് മിക്കവാറും ഇവരുടെ ലഞ്ച് ടൈമിലായിരിക്കും ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം ഓരോ ടീച്ചേഴ്സ്, ബാക്കി ടീച്ചേഴ്സ് ആയിരിക്കും 2, 3, 4, 5 ഈ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനൊന്നും കുട്ടികളോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ KG ടീച്ചേഴ്സ് അവരെ ലൈനായിട്ട് കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിച്ച്, അവിടെ സ്കൂളിൽ നിന്ന് തന്നെ ഒട്ടുമിക്ക എല്ലാവരും ഫുഡ് കഴിക്കുന്നത് വാങ്ങിപ്പിച്ച് അവരെ ഒരിടത്ത് ഇരുത്തി എല്ലാവരും പത്രപ്പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ കൊണ്ടുവരാൻ പറയും. അത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ പാത്രം വെച്ചിട്ട് ഇവരെ കഴിപ്പിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരെയും കൈ കഴുകാൻ പോയിട്ട് ഇവരെ എല്ലാം തിരിച്ച് അവരുടെ സ്ഥാനത്തിരുത്തിയിട്ടാണ് ടീച്ചേഴ്സ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഈ സമയത്തായിരിക്കും ഞാൻ മിക്കപ്പോഴും ചെല്ലുന്നത്. അപ്പൊ രാജി എന്ന് പറഞ്ഞ ടീച്ചർ അവിടെ KG സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ പറയാം, എന്റെ പൊന്നഖിലേ, എനിക്ക് തലവേദന കൊണ്ട് വയ്യ. പറഞ്ഞ് ഞാനങ്ങ് മടുത്ത്. കാരണം ഓരോരുത്തരും ഓരോ രീതിയാണ്. പക്ഷെ ഞാൻ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ അവരെ പഠിപ്പിക്കുന്ന ഭാഗമല്ല കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു 2 മണിക്കൂർ ആ സ്കൂളിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയത്തും ടീച്ചർ പറയുന്ന കേൾക്കാം ഒരു മഴ പെയ്ത് തോർന്ന പോലാണെന്ന് ക്ലാസ് റൂം. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളിലും കഥകളിലും കുറെ കോമഡിയൊക്കെ കലർത്തിയ കുറെ കാര്യങ്ങൾ, പിള്ളേരെ കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യിക്കും. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെല്ലാത്ത ദിവസം എനിക്ക് മെസ്സേജ് വരും ടീച്ചറിന്റെ, അഖില ഇന്ന് ചോദിച്ച് ടീച്ചർ ഇന്ന് വന്നില്ലേ എന്ന് പിള്ളേർ തിരക്കിയെന്ന് പറയും. അപ്പൊ നമ്മൾ കുട്ടികളിൽ ആദ്യം തന്നെ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ കഴിവാ. ചിലപ്പോൾ നമുക്ക് ഒരുപാട് അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ ടീച്ചറിന്റെ ക്ലാസ് ഭയങ്കര ബോറാണ്. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. മിസ്സിനെല്ലാം അറിയാം, പക്ഷെ ഞങ്ങൾക്കാർക്കും മിസ്സിന്റെ പഠിപ്പിക്കുന്ന രീതി മനസ്സിലാവത്തില്ല. പക്ഷെ കുട്ടികളുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്. നമ്മളെ അവർക്ക് ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചുമതല. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നോളും.
നമ്മുടെ നമ്മളവരെ സ്നേഹിക്കുക, അവരിങ്ങോട്ട് സ്നേഹിക്കുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കും. അല്ലാതെ അവരെ അടിച്ചോ വഴക്ക് പറഞ്ഞോ അവരെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ല. കുട്ടികളെ നമ്മൾ സ്നേഹിച്ച് മാത്രമേ കുട്ടികളെ അനുസരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് ശരിക്കും നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എല്ലാ കുട്ടികളും നല്ല ഫ്രീ ആണ്. കുട്ടികളെല്ലാം എന്റെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം പറയും. എല്ലാ ടീച്ചേഴ്സിനോടും അങ്ങനെയല്ല. ചില ടീച്ചേഴ്സ് ആ ടീച്ചർ അടിക്കും ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് പരാതി പറയും. ആ ടീച്ചർ അടിക്കും. ഞാൻ അടിക്കത്തില്ല, ഞാൻ എന്തായാലും സ്നേഹത്തില് പറഞ്ഞ് മനസ്സിലാക്കത്തുള്ളൂ. അങ്ങനെയാ പിള്ളേരുടെ അടുത്ത് രക്ഷപ്പെടാൻ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ സൗണ്ട് ആണ് എടുക്കേണ്ടി വരിക അല്ലെ. നഴ്സറിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സൗണ്ടിന്റെ ഡബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കേണ്ടി വരും. ഒച്ച എടുക്കേണ്ട. വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒച്ചയൊന്നും ഉണ്ടാവില്ല, സൗണ്ട് ശബ്ദമൊക്കെ പോയിട്ടുണ്ടാകും. അത്രയും ഉള്ളൊരു എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത്രയും എഫേർട്ട് അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ സാധിക്കണം. അതെ, നല്ല സ്നേഹത്തോടെ. ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കീഴിൽ തന്നെ ഒരുപോലെ കൊണ്ടുവരാനും അത് സാധിക്കണം കുട്ടികളെ. അതെ, നമ്മുടെ കയ്യിൽ ഒതുക്കണം അവര്. ആദ്യം കുറച്ച് പാടുപെടുമെങ്കിലും, ഒരുക്കാനായിട്ട് കുറച്ച് പാടുപെടുമെങ്കിലും പിന്നീട് അവര് നമ്മുടെ കൈപ്പിടിക്കുള്ളിലാകണം. അങ്ങനെ അവരെ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറെ അധികം ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ KG ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ അവറിനേക്കാളും കൂടുതൽ നേരം സ്കൂളിൽ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. അതായത് KG ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികൾ പോകാനായിട്ട് പാടില്ല. അങ്ങനെ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വൃത്തിയാക്കി ഇടണം, പാരന്റ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആർക്കുണ്ട്? KG ടീച്ചേഴ്സിനുണ്ട്. അപ്പൊ സ്കൂൾ അവറിനേക്കാളും കൂടുതൽ നേരം എന്ത് ചെയ്യണം, KG ടീച്ചേഴ്സ് ജോലി ചെയ്യേണ്ടതുണ്ട്. മറ്റു ടീച്ചേഴ്സിന് അങ്ങനെയല്ല അല്ലെ. ബെല്ലടിച്ചു കഴിഞ്ഞാല് സ്റ്റുഡൻസിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് പോകാം. ഓക്കെ, അപ്പൊ രണ്ടും തമ്മില് ധാരാളം ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ആരെ പഠിപ്പിക്കാനാണ് കൂടുതൽ ഇഷ്ടം? മാം ഇപ്പൊ തോന്നുന്നു മോണ്ടിസോറി ഇതാക്കണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു. മോണ്ടിസോറി വേണ്ടായിരുന്നോ? കുട്ടികളെ പഠിപ്പിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇഷ്ടമാണ്, പക്ഷെ ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചധികം റെഫർ ചെയ്യണം, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നമുക്ക് ആ ക്ലാസ് പീരീഡിൽ നമുക്ക് സ്ട്രെസ് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ വന്ന് കുറച്ചധികം പ്രിപ്പയർ ചെയ്യാനുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, അധികം പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ തലേ ദിവസം ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ ഡെയിലി ഇത് തന്നെയല്ലേ എടുത്ത് പോകുന്നത്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഹൈസ്കൂളാകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്റ്റാൻഡേർഡ് അവിടെ കൂടുതലല്ലേ ചെയ്യും. ട്രെയിനിങ്ങിനെ ജൂണിൽ പോകുന്നതാണോ ബെസ്റ്റ്, ജൂൺ കഴിഞ്ഞിട്ട് പോകുന്നതാണോ ബെസ്റ്റ്? ജൂണിൽ പോകുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ജൂണിൽ പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അല്ല മാം, ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്, അപ്പൊ അതാ ചോദിച്ചതല്ലേ. മിക്കവരും അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സിനെ. അതായത് ഈ ഒരു സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ലെറ്റർ പോകും, ഓഫർ ലെറ്റർ പോകും ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞ്. ഇപ്പൊ തന്നെ ടീച്ചേഴ്സിന് സ്കൂളിൽ ഡ്യൂട്ടി ഉണ്ടല്ലോ, യൂണിഫോം ഡ്യൂട്ടി ഉണ്ടാവും, ബുക്കിന്റെ ഡ്യൂട്ടി ഉണ്ടാവും, പിന്നെ മറ്റേ അഡ്മിഷൻ പ്രൊസീജിയർ മറ്റും അതൊക്കെ ഈ സമയത്താണ് നടക്കുന്നത്. 5-ാം തീയതിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ May 5th ശേഷം ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ കുറച്ച് തിരക്കായിരിക്കുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ് ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. പല കുട്ടികളും വിളിക്കുന്നുണ്ട്, ഞങ്ങളെ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് ഓഫർ ലെറ്റർ വന്നു, അവരെ ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തൊക്കെയാണ്, ജോയിൻ ചെയ്യണം, ഉടനെ തന്നെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ, എത്ര പേരാണ് മെസ്സേജ് അയക്കുന്നത്. MT 1, 2, 3 ബാച്ച്. അതുപോലെ എക്സാം കഴിഞ്ഞവരാണോ മാം അത്? എക്സാം കഴിഞ്ഞിട്ടായാലും എക്സാമിന് മുമ്പേ തന്നെ പലരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിന് പോയിട്ട്, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്ത പല കുട്ടികൾ, ധാരാളം കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു 10 പേർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് 2 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് നിന്ന് നമ്മുടെ MT 3 ഒരു കുട്ടിക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ ഒരു കുട്ടി വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെയും എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, മാം ആര്യലക്ഷ്മി എന്നാണ് കുട്ടിയുടെ പേര്, എനിക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ വന്നിട്ടു മാം. തൊട്ടടുത്ത സ്കൂൾ, മോള് പഠിക്കുന്ന സ്കൂളാണ്. അതാണ് ഭയങ്കര സന്തോഷം. മക്കള് പഠിക്കുന്ന സ്കൂളാകുമ്പോൾ മക്കളുടെ കൂടെ ഒരുമിച്ച് പോവാലോ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിന് മാം ഞാനിപ്പോ ജൂണില് എനിക്ക് ലെറ്റർ ഒക്കെ വന്നല്ല ആയി മാം. അപ്പൊ അതുകൊണ്ട് ജൂണിൽ പോകാൻ വേണ്ടി ഇരിക്കുക ഇവരുടെ കൂടെ തന്നെ. ഒരു 1 month ട്രെയിനിങ്ങിന് മോന്റെ സ്കൂളിൽ തന്നെയാ. അപ്പൊ എനിക്ക് അവരുടെ കൂടെ തന്നെ പോവാ, രാവിലെ ബസ്സിൽ, വൈകുന്നേരം തിരിച്ച് അവരുടെ കൂടെ തന്നെ വരികയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും വൈകാതെ തന്നെ അതൊക്കെ കിട്ടും കേട്ടോ. യാതൊരു തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ആർക്കും വെറുതെ ആവില്ല ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു തന്നതാണ് ഡിഫറൻസ്, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു തന്നത്. നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കില്ല അവരെ നോക്കുന്നത്. അപ്പൊ അതൊരു പ്രത്യേക ഫീലാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾക്ക് അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്നത്. അതൊക്കെ വലിയ വലിയ കുട്ടികളെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കൈ കൊണ്ടാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നമുക്ക് നോട്ടിലേക്ക് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാരന്റ്സ് വരാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ, KG ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ അവരെക്കാളും കൂടുതൽ നേരം സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവരുടെ വർക്കായിട്ടൊന്നും കണക്കാക്കില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അതവിടെ കണക്കാക്കുന്നത്. അപ്പൊ അതിനുശേഷം കുട്ടികൾ പോയ ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ടീച്ചറിന് പോകാനായിട്ട് സാധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞാല് ഒരു സബ്ജക്റ്റ് ഉണ്ടാകും എടുക്കാനായിട്ട്. ആ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഇനി ചില ടീച്ചേഴ്സിനാണെങ്കിൽ എൻറ്റയർ ക്ലാസ് കൊടുക്കും, അതിനകത്ത് പല സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനുണ്ടാവും, അതിനനുസരിച്ചിട്ട് അവര് ക്ലാസ് എടുക്കും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവര് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളും, സ്കൂൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളിലും ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലൊരു പങ്കാളിയായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൂളിനെ മാനേജ് ചെയ്യുന്നത് പലവിധം ഫാക്ടേഴ്സിലാണ്, അതായത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ എന്തിന്റെയൊക്കെ ബേസിലാണ് സ്കൂൾ മാനേജ്മെന്റ് നടക്കുന്നത്. അതിനകത്ത് ആദ്യം വരുന്നതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഓക്കെ, ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്ലാസ് റൂം മാനേജ്മെന്റ് എന്താണ്? ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ലേ മാം, കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, അങ്ങനെയൊക്കെ. പിന്നെ അവരെ ബുക്ക് ഷെൽഫ്സ്. ഓക്കെ, ക്ലാസ് റൂം മാനേജ്മെന്റിൽ ആദ്യം വരുന്നതാണ് സീറ്റിംഗ്, കുട്ടികളുടെ ഇരിപ്പിടം. അത് മാനേജ് ചെയ്യുന്നതാണ് ആദ്യം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ പറയുന്നത്. സീറ്റിംഗ്, രണ്ടാമത്തേതാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയെയും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കുട്ടികളും പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, പലതരത്തിലുള്ള നേച്ചറാണ് അവർക്കുള്ളത് അല്ലെ. എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും തന്നെ എന്തല്ല, അവർക്ക് സിമിലാരിറ്റീസ് ഉണ്ടാകാം, എന്നാലും അവർ ഡിഫറെന്റ് ആണ്. പലതരത്തിലുള്ള സ്വഭാവങ്ങള്. ചില കുഞ്ഞുങ്ങള് ഭയങ്കരമായിട്ട് ചൂടാകുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, ഭയങ്കര ദേഷ്യക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഏത് സമയം നല്ല ചിരിച്ച് കളിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും, ഒന്നും മിണ്ടുന്നുണ്ടാവില്ല, ടീച്ചറോട് പോലും അധികം സംസാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ പിന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, ഒരിടത്ത് ഇരിക്കില്ല, ഏത് സമയവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് എന്ത് ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഓരോരുത്തരെയും എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിനേക്കാളും കൂടുതൽ KG ടീച്ചേഴ്സിന് അറിയാൻ പറ്റും ഓരോ കുട്ടികളുടെയും സ്വഭാവം എന്താണ്, അവൻ എന്തിലൊക്കെയാണ് സ്കിൽസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവന്റെ കുറവുകൾ എന്ന് ഈ ടീച്ചർമാർക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും?
യെസ് മാം. തോന്നിയിട്ടുണ്ട് അല്ലേ? കൂടുതൽ കാരണം നമ്മുടെ കൂടെ കുഞ്ഞുങ്ങൾ അധികം ഇരിക്കുന്നില്ല അല്ലെ. ആ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, പിന്നെ അവർ കളിക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു. ഈ ഒരു പതിവാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. അത് കെ ജിയിലാവുമ്പോൾ ഒരു ടീച്ചർ തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. അപ്പൊ ആ ടീച്ചറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ടീച്ചർക്ക് എന്ത് മനസ്സിലാകും, ആ കുട്ടിയുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, കഴിവുകൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ടീച്ചർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ കുട്ടിക്കും വേണ്ടതായിട്ടുള്ള ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ മാം. then അടുത്തതാണ് യൂസേജ് ഓഫ് റിസോഴ്സസ്. യൂസേജ് ഓഫ് റിസോഴ്സസ്. ഞാൻ ഒന്നുകൂടി പറയോ? യൂസേജ്, USAGE, യൂസേജ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സ് എന്നാണ് പറഞ്ഞത്, എന്താ മനസ്സിലായില്ല മാം? റിസോഴ്സസ്, വിഭവങ്ങള്, റിസോഴ്സസ്. മാം ഒന്നുകൂടി പറയാമോ അത് ആ പോയിന്റ്? യൂസേജ് ഓഫ് റിസോഴ്സസ്. യൂസേജ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടാവും ക്ലാസ് റൂമില്? ഹ്യൂമൻ റിസോഴ്സസ് അങ്ങനെയൊക്കെയാണോ മാം? എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? ടീച്ചറാണ് മെയിൻ ടീച്ചേഴ്സ് ആയിട്ട്. ലൈക്ക് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അങ്ങനെയൊക്കെ. പിന്നെ ഉണ്ടാവുക ഫിസിക്കൽ റിസോഴ്സസ് ഉണ്ടാവില്ല മാം? ലൈക്ക് ക്ലാസ് റൂംസ്, പിന്നെ ഫെസിലിറ്റീസ്, പിന്നെ മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ആയിട്ട്. പ്രധാനമായിട്ടും ക്ലാസ് റൂമിൽ വരുന്ന റിസോഴ്സസ് എന്തൊക്കെയാ? ബുക്സ്, ബ്ലാക്ക് ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, ചെയർസ്, ഇതൊക്കെ എന്താണ് വേസ്റ്റ് ബിൻ. വരുന്നതാണ് കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെഞ്ച് വരുന്നുണ്ട്, ഡെസ്ക് വരുന്നുണ്ട്, ബ്ലാക്ക് ബോർഡ് വരുന്നുണ്ട്, ഡസ്റ്റർ വരുന്നുണ്ട്, ടേബിൾ വരുന്നുണ്ട്, ചെയർസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിസോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതും ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ദെൻ അടുത്തതാണ് ടൈം ടേബിൾ അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. എല്ലാ സ്കൂളിനും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈച്ച് ആൻഡ് എവറി ക്ലാസ്സസ് ദർ മസ്റ്റ് ബി എ ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ടൈം ടേബിൾ കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ആണ് മാം ക്ലാസ് റൂം മാനേജ്മെന്റിൽ ആദ്യത്തെ പോയിന്റ് ഒന്ന് പറയാം മാം. ആദ്യത്തെ പോയിന്റ് സീറ്റിംഗ്, SEATING, ഇരിപ്പിടം. ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണ്ടേ, സീറ്റിംഗ്. ഒന്നും കൂടെ അതിന്റെ സ്പെല്ലിംഗ് അറിയോ? ഏതിന്റെയാണ്? സീറ്റിംഗിന്റെയോ? സീറ്റിംഗിന്റെ SEATING, സീറ്റിംഗ്. ദെൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ പറഞ്ഞു ഞാൻ, പിന്നെ യൂസേജ് ഓഫ് റിസോഴ്സസ് പറഞ്ഞു, ദെൻ ടൈം ടേബിൾ പറഞ്ഞു. ദെൻ അടുത്തതാണ് ക്ലാസ് റൂം നോംസ്.
ക്ലാസ് റൂമിലെ ചില എന്താ പറയാ നിബന്ധനകൾ അല്ലെങ്കിൽ മര്യാദകൾ എന്നൊക്കെ പറയും നമ്മള്, നിയമങ്ങൾ. ക്ലാസ് റൂം നോംസ്, NORMS. എന്തൊക്കെയാണ് ക്ലാസ് റൂം നോട്ട്സിൽ വരിക? ടീച്ചർ നോട്ട്സ് ആയിട്ട് വരും, പിന്നെ സ്റ്റുഡൻസ് നോട്ട്സ്, പ്രയർ. അങ്ങനെയല്ല മാം, ഇത് ടൈമിംഗ് എല്ലാം ആയിരിക്കൂലേ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം? ചില നിബന്ധനകൾ, അതായത് നമ്മള് ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരുമ്പോൾ എണീറ്റ് നിൽക്കണം, പിന്നെ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പറയണം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് അങ്ങനെ പറയാം. അതുപോലെ തന്നെ ടീച്ചർ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം, പിന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കണം, ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, സൈലന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം. അങ്ങനെ ചില നോംസുകൾ ഉണ്ട് ക്ലാസ് റൂമിൽ നമ്മൾ പാലിക്കേണ്ട, ക്ലാസ് റൂമിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന മര്യാദകൾ. ഓക്കെ, ദാറ്റ് ഈസ് ക്ലാസ് റൂം നോംസ്. അതും ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ടീച്ചേഴ്സ് മൂവ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ ടീച്ചേഴ്സ് മൂവ് ചെയ്യാറുണ്ടോ ക്ലാസ് റൂമില്? ഒരിടത്ത് തന്നെയാണോ ടീച്ചർ പഠിക്കുന്നത്? മൂവ് ചെയ്യാറുണ്ട്. എല്ലാ കുട്ടികളുടെ അടുത്ത് പോകും കഴിവതും. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് ഒരിടത്ത് നിന്ന് പഠിപ്പിക്കോ, അല്ലെങ്കിൽ ചെയറും ടേബിളും ഉണ്ടാവുമല്ലോ, അപ്പോ ഇരുന്ന് പഠിപ്പിക്കോ? ഇല്ല മാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചിൽഡ്രൻസിന്റെ അടുത്ത് പോയിട്ട് അവർക്കറിയാം അതും പറഞ്ഞു കൊടുക്കും. ഫുൾ ക്ലാസ് റൂം ഫുൾ ഓൾറൗണ്ട് ആയിട്ട് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കണം, പോയി അടുത്ത് എല്ലാ കുട്ടികളും നമ്മൾ ചെല്ലണം. അതിന് വേണ്ടിയിട്ട് ടീച്ചറിന്റെ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ചില ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചർ വന്നു കഴിഞ്ഞാല് കസേരയിൽ ഇരിക്കും. നിങ്ങൾ മൂവിയിലൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലെ? കസേരയിൽ ഇരിക്കും, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കും, പഠിപ്പിക്കും, ദെൻ ക്ലാസ് അവർ കഴിയും, എണീറ്റ് പോകും. ആ ഒരു പഠനം ശരിയായ രീതിയാണോ? അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി? കുട്ടികൾക്കും എടുക്കും. LKG UKG സ്റ്റുഡൻസിനെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് ബോറാവൂല്ലേ? മറിച്ച് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ എൻകറേജ് ചെയ്ത്, അതായത് ടീച്ചേഴ്സിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. അതായത് നമുക്കറിയാം ഒരു സ്പേസ് ഉണ്ടാകും ക്ലാസ് റൂമിൽ, കൃത്യമായിട്ട് സ്പേസ് ഉണ്ടാവും ടീച്ചറിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള. ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കും എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചാപ്റ്ററിൽ ഉണ്ട് അത്. അപ്പോ കറക്റ്റ് ആയിട്ട് ആ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ കൂടി എന്ത് ചെയ്യണം? ടീച്ചർ മൂവ്മെന്റ് നടത്തണം. എന്നിട്ട് ഓരോ കുട്ടികളും എന്താണ് ചെയ്യുന്നത്, അവര് കൃത്യമായിട്ട് നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ടോ, കൃത്യമായിട്ട് അത് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ടീച്ചർ എന്ത് ചെയ്തിരിക്കണം? നോട്ട് ചെയ്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാം. അതിനും ടീച്ചർക്ക് ഒരു സ്പേസ് ഉണ്ടാവും അല്ലെ? ബ്ലാക്ക് ബോർഡിന്റെ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? ടീച്ചർക്ക് വേണ്ട കാര്യങ്ങള് ബ്ലാക്ക് ബോർഡിൽ എഴുതാം, വേണമെങ്കിൽ വരയ്ക്കാം, ചാർട്ട് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ മൂവ്മെന്റിൽ തന്നെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ടീച്ചേഴ്സ് മൂവ്മെന്റ്. ദെൻ അടുത്തത് നമ്മൾ നേരത്തെ എഴുതിയതായിരുന്നു, വരും അതിനകത്ത്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുവാണ്. യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആൻഡ് ചാർട്ട്. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ചാർട്ടുകൾ ഉപയോഗിക്കുക. യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആൻഡ് ചാർട്ട്. അതായത് നമ്മള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ബ്ലാക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, കുഞ്ഞുങ്ങളാണ്, അവർക്ക് കൂടുതലും വിഷൻ അല്ലെങ്കിൽ കാഴ്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, കേൾക്കുന്നതിനേക്കാളും എപ്പോഴും അവരുടെ കണ്ണിന് എന്താണ് അവർക്ക് കൗതുകം നൽകുന്നത് അതിനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വരിക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം വരുന്നതിന് വേണ്ടിയിട്ട്, പഠനം കൂടുതൽ രസകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ബോർഡിൽ ചിത്രങ്ങൾ വരയ്ക്കാം, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കാം. അതുപോലെ തന്നെ ചാർട്ടുകൾ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളെ കൊണ്ട് തന്നെ പലവിധ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട്, അസൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ചാർട്ടുകളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ചാർട്ടിൽ ചെയ്തിട്ടില്ലേ? ബാലൻസ്ഡ് ആയിട്ട്. അതെ, ചാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മള് ട്രെയിനിങ്ങിന് പോകുമ്പോൾ, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ എന്ത് ചെയ്യാം? ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇത്തരം ചാർട്ടുകളൊക്കെ കൊണ്ടുപോകാം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യാം? ഇത് കാണിക്കാം. ഇത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അതിനോട്, കുട്ടികൾ അവിടെ അടങ്ങിയിരിക്കും.
എന്താണ് ആ സംഭവം, അല്ലെങ്കിൽ എന്താണ് ആ ചാർട്ടിൽ ടീച്ചർ ഒട്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ടീച്ചർ വരച്ചിരിക്കുന്നത്, അത് കൂടുതൽ അറിയാനായിട്ടൊരു എക്സൈറ്റ്മെന്റ് അവർക്ക് ഉണ്ടാവും. അപ്പൊ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാണാനായിട്ട്, കുട്ടികളെ അടക്കിയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ചാർട്ടുകൾ നമ്മളെ കൂടുതലായിട്ട് സഹായിക്കും. ഇപ്പൊ പലവിധ കാര്യം നമ്മൾ പറയുന്നതിനേക്കാൾ, നമ്മൾ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മള് അവർക്ക് കണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിനോടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാർട്ടുകളും അല്ലെങ്കിൽ പേപ്പറുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, പഠിപ്പിക്കുന്നതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് അത് അട്രാക്റ്റീവ് ആവുകയും കുട്ടികളുടെ ബ്രെയിനിൽ അത് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അടുത്തതാണ് ഇവാലുവേഷൻ, മൂല്യനിർണയം. ഇവാലുവേഷൻ അത് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതായത് മൊത്തത്തില് ക്ലാസ് റൂമിനെ കുറിച്ച് മനസ്സിലാക്കുക ഒരു ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അവരുടെ പാരന്റ്സുമായിട്ട് കോണ്ടാക്ട് വെക്കുക, എപ്പോഴും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ, ഇവാലുവേഷൻ. നെക്സ്റ്റ് വൺ ആണ് ഒബ്സർവേഷൻ, നിരീക്ഷണം. ഒബ്സർവേഷൻ ഒരു ക്ലാസ് റൂം മൊത്തവും അതുപോലെ തന്നെ ഒരു കുട്ടിയെയും എന്തായി ചെയ്യണം, അതായത് ഒബ്സർവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്ലാസ് റൂമിന്റെ മുക്കിലും മൂലയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്, എന്തൊക്കെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ആ ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു സ്ഥാനം, ഒരു ടേബിള്, ഒരു ബെഞ്ചിന്റെ സ്ഥാനം മാറിയാൽ പോലും ടീച്ചറിനെ അത് അറിഞ്ഞിരിക്കണം. അതായത് അത്രയും സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ക്ലാസ് റൂം ടീച്ചർ ഒബ്സർവ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളെയും ഒബ്സർവ് ചെയ്യേണ്ടത്. അതായത് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു, പെട്ടെന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ സാധാരണ അതായത് യൂഷ്വൽ ആയിട്ട് നോർമൽ ആയിട്ട് ഒരു കുട്ടി രാവിലെ സ്കൂളിലേക്ക് വന്നു, പഠിക്കാനായിട്ടിരുന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റം വരുവാണ്. കുട്ടിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ കുട്ടി വീഴാൻ പോകുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ദേഹത്തൊക്കെ എന്തോ എന്താ പറയാ കുറച്ച് പാടുകളൊക്കെ വന്ന പോലെയൊക്കെ തോന്നുന്നു. അപ്പൊ ചിലപ്പോൾ അത് എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാവാം. അപ്പോ ഭയങ്കരമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കുട്ടിയെ ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക. അല്ലെ, ചില ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് ഇത് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ നിങ്ങൾക്കായാലും ചിലപ്പോ സ്കൂളിൽ നിന്നൊക്കെ ഫോൺ വന്നിട്ടുണ്ടാവും. അല്ലെ, കുഞ്ഞിന് പാടില്ല അല്ലെങ്കിൽ കുഞ്ഞിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ വന്നിട്ടുണ്ടാവും. നമ്മളെക്കാളും നന്നായിട്ട് ആര് ശ്രദ്ധിക്കും? അവര് ഈ കാര്യം ശ്രദ്ധിക്കും, ടീച്ചേഴ്സ് ശ്രദ്ധിക്കും. അപ്പൊ അതാണ്, അപ്പൊ അത്രയും എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ടീച്ചേഴ്സിന് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതാണ് ക്വസ്റ്റ്യനിങ്, ചോദ്യം ചോദിക്കല്. അത് കുട്ടികളോടായാലും പാരന്റ്സിനോടായാലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില എന്താ പറയാ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാരന്റ്സിന്റെ അടുത്തായാലും അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ ആയാലും അവരുടെ അടുത്തായാലും ഒക്കെ ടീച്ചർ ധാരാളം ക്വസ്റ്റ്യനിങ് നടത്താറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ. എന്താണ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ? What is demonstration and presentation? ഡെമോ കാണിച്ചിട്ട് പ്രസന്റ് ചെയ്യാണോ വേണ്ടെങ്കിലും ഡെമോ കാണിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യുന്നതാണോ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്? ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാം? മാം സ്കിൽ ലൈക്ക് അത് ചെയ്യൂലേ, സ്കിൽസ്, പിന്നെ പപ്പറ്റ് ഷോ ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് അപ്പൊ പെട്ടെന്ന് അതൊക്കെ അവര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ കാണിച്ചിട്ട് എക്സ്പെരിമെന്റ്സ് കാണിക്കാം അല്ലെ, ധാരാളം എക്സ്പെരിമെന്റ്സ്
സയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എക്സ്പെരിമെന്റ്സ് കാണിച്ചിട്ട് കുട്ടികളെ നമുക്കത് കാണിച്ചു കൊടുക്കാം അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് സ്ക്രീൻ ഉപയോഗിച്ച് കുട്ടികളെ പവർ പോയിന്റ് ഒക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ലേ? ഈ കാർട്ടൂൺ ഒക്കെ അതിന് പ്രൊജക്ടർ വെച്ച് ഇതാക്കിയിട്ട് കാണിച്ചു തരില്ല മാം. അനിമേഷനിലൂടെ കാണിക്കും. നിങ്ങള് ഒരു ഈ അടുത്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് നാളായി തോന്നുന്നു, ഒരു ന്യൂസില് ഒരു ഇതുണ്ടായിരുന്നു, ഒരു സാറ് പഠിപ്പിക്കുന്നത് മൊബൈല് വെച്ചിട്ട് അക്ഷരങ്ങള്, മലയാള അക്ഷരങ്ങള് പഠിപ്പിക്കുന്നത്, വ്യഞ്ജനാക്ഷരങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങള്? നോ ഐഡിയ മാം. ഇല്ല. മൊബൈലിന്റെ സ്ക്രീനില് നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, സെൽഫി സ്റ്റിക്കോ, വലിയ രീതിയിൽ പിടിക്കുന്ന കോല് പോലത്തെ സംഭവം ഇല്ലേ മൊബൈലിൽ? അത് വെച്ചിട്ടാണ്, അതുമുണ്ട് മൊബൈലുണ്ട്. മൊബൈലില് ക എന്ന് പറയുന്ന അക്ഷരം വലിയ രീതിയിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുകയാണ്. മൊബൈൽ സ്ക്രീനില് ക എന്ന് പറയുന്ന അക്ഷരം കാണിച്ചിരിക്കുന്നു. എന്നിട്ട് ബോർഡില് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നതിനെ, ഇപ്പൊ കാ, ഈ, പൂ, അങ്ങനെ നമ്മൾ ഓരോ ചിഹ്നങ്ങളിട്ട് പഠിപ്പിക്കില്ലേ, ആ ചിഹ്നങ്ങള് ബോർഡിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഈ മൊബൈല് ഓരോ ചിഹ്നത്തിന്റെ അടുത്ത് കൊണ്ടായിട്ട് വെക്കുന്നു. എന്നിട്ട് കുട്ടികളെ പെട്ടെന്ന് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു. മ്യൂജിൻ അധ്യാപകന്റെ ട്രിക്കാണത്. അതായത് ആ കുട്ടികൾക്ക് അത്രയും നന്നായിട്ട് അക്ഷരങ്ങൾ പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കുട്ടികള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും തന്നെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയിൽ പറയുന്നുണ്ട്. കാ, കീ, പൂ, അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ട്രിക്കുകളിലൂടെയൊക്കെ, ഇതൊക്കെ നമ്മുടെ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് എടുക്കാവുന്നതാണ്. ഇത്തരം ട്രിക്കുകളിലൂടെയൊക്കെയാണ് കുട്ടികളെ എന്ത് ചെയ്തിരുന്നത്, കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കുന്നത്. ഇതിലൂടെ അതായത് ആ കുട്ടികൾക്ക് ആ ടീച്ചറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ടീച്ചറിനെ കുട്ടികൾ മറക്കില്ല. ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾ വെറുതെ വായിച്ച് അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. മറിച്ച് ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാണെങ്കിൽ കുട്ടിയുടെ ബ്രെയിനിലും അത് ഉണ്ടാവും, കുട്ടിക്ക് അത് ഒരിക്കലും മറക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണോ അപ്പൊ പറഞ്ഞതാണോ? ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാമോ? ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാമോ? ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ. ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രസന്റേഷൻ. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. സൈൻ ഔട്ട് ആരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്. റഷീദ ആരാ ചെയ്യുന്നേ ലാസ്റ്റ്? ഗുഡ് മോർണിംഗ് മാം, ദർശയാണ്. ഓക്കെ, പറഞ്ഞോളൂ ആദർശ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ക്ലാസ് എടുത്ത അശ്വതി മാം ആണ്. എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, കുട്ടികളോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം മാം നല്ലതായിട്ട് പറഞ്ഞു തന്നു. ഞാനൊരു തോട്ട് പറയാനാണ്. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെയാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് വരത്തെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഡിഫറൻസ് മെക്കാനിസം ഒന്ന് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യട്ടോ മാം. അസൈൻമെന്റ് ഒന്ന് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. താങ്ക് യു മാം. Thank you. താങ്ക് യു മാം.